ഞാടി ഞരമ്പുകൾക്ക് വരുന്ന പ്രശ്നങ്ങൾ ഇത് എങ്ങനെയൊക്കെയാണ് നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്നത്? കൈകളിൽ കൂടുതലായിട്ടും വേദന അനുഭവപ്പെടാം. നമുക്ക് ചില വൈറ്റമിൻസുകൾ ഈ ഒരു നമ്മുടെ ഞരമ്പിൻ്റെ അല്ലെങ്കിൽ നെർവസ് സിസ്റ്റത്തിനെ തന്നെ കാത്തു സൂക്ഷിക്കുന്ന ചില വൈറ്റമിൻസുകളുണ്ട്. അതേപോലെ തന്നെ മൈഗ്രെയിൻ, ഇതും ഞാടി ഞരമ്പിൻ്റെ ആ ഒരു പ്രശ്നം, ബ്ലഡ് സർക്കുലേഷൻ്റെ പ്രശ്നം കൊണ്ട് വരുന്നതാണ്. സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ പോയി എത്തി നോക്കിയതിന് ശേഷമാണ് അയ്യോ ഞാൻ എന്താ എടുക്കാൻ വന്നതെന്നുള്ളത് മറന്നു പോയിട്ടുണ്ട്. പിന്നെ തിരിച്ച് വന്ന് കുറേ കഴിഞ്ഞതിന് ശേഷമായിരിക്കും അവർക്ക് ഓർമ്മ വരുന്നുണ്ടാവുക. ഞാടി ഞരമ്പുകൾക്ക് വരുന്ന പ്രശ്നങ്ങൾ ഇത് എങ്ങനെയൊക്കെയാണ് നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്നത്? പലരും കഴുത്തിൻ്റെ ആ ഒരു ഭാഗത്ത് വേദന, സ്ഥിരമായിട്ട് ഇപ്പോൾ IT പ്രൊഫഷണൽസ് അല്ലെങ്കിൽ ഇരുന്നുകൊണ്ട് തന്നെ ജോലി ചെയ്യുന്നവർക്ക് കഴുത്തിൻ്റെ ഭാഗത്ത് വേദന, മൈഗ്രെയിൻ്റെ പ്രശ്നം, അതേപോലെ കാലിൻ്റെ ഭാഗം ഷയാറ്റിക്ക എന്ന് പറഞ്ഞ് ഇടുപ്പിൽ നിന്നും ആ ഒരു സൈഡിലേക്ക് മാത്രം കാലിലോട്ട് വേദന ഇറങ്ങി വരാം. കൈകളിൽ കൂടുതലായിട്ടും വേദന അനുഭവപ്പെടാം. വിരലുകൾ മടക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെ തന്നെ ഞരമ്പിൻ്റെ, നമ്മുടെ നെർവ്സിൻ്റെ ചില പ്രശ്നങ്ങൾ കാരണം വരുന്നതാണ്. പലപ്പോഴും നമ്മളത് ഒരു ചെറിയൊരു തരിപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴേക്കും നമ്മളതൊരു നിസ്സാരമാക്കി വിടാറുണ്ട്. എന്നാൽ അത് വേണ്ട രീതിക്ക് കെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഭവിഷ്യത്തിലേക്ക് കൊണ്ട് എത്തിച്ചേക്കാം. നമുക്ക് ചില വൈറ്റമിൻസുകൾ ഈ ഒരു നമ്മുടെ ഞരമ്പിൻ്റെ അല്ലെങ്കിൽ നെർവസ് സിസ്റ്റത്തിനെ തന്നെ കാത്തു സൂക്ഷിക്കുന്ന ചില വൈറ്റമിൻസുകളുണ്ട്. ആ വിറ്റാമിനുകൾ സ്ഥിരമായിട്ട് അങ്ങനത്തെ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വരുന്ന ഈ ഞാടി ഞരമ്പുകളുടെ പ്രശ്നങ്ങൾ ഒക്കെ തന്നെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. അതിൽ തന്നെ ചിലർക്ക് സ്ഥിരമായിട്ട് ഈ ഒരു 2 വിരൽ മാത്രം, അതായത് ഈ ഒരു സൈഡ് മാത്രം, ചുണ്ടുവിരലും അതേപോലെ മോതിര വിരലും, ഈ 2 സൈഡ് മാത്രം വേദന വരുന്നവർക്ക് അൾനാർ നെർവിൻ്റെ പ്രശ്നം കൊണ്ടായേക്കാം. ചിലർക്ക് തള്ളവിരലും അതേപോലെ തന്നെ നമ്മുടെ ചൂണ്ടുവിരലും ഇതിൽ വരുന്ന പ്രശ്നങ്ങൾ റേഡിയൽ നെർവിൻ്റെ ആ ഒരു നെർവിൽ വരുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളായേക്കാം. അതേപോലെ കയ്യിലോട്ടൊക്കെ വേദന സ്പ്രെഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മീഡിയൻ നെർവിൻ്റെ പ്രശ്നം, അതേപോലെ കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയും. അതായത് നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഒരു ചെറിയൊരു ബോക്സ് പോലെ ഉള്ളതാണ്. നമ്മുടെ വാച്ചൊക്കെ കിട്ടുന്ന ഈ ഒരു ഭാഗത്ത്, മണിക്കെട്ടിൻ്റെ ഭാഗത്ത് ബോക്സ് പോലുള്ള കുറേ നെർവ്സുകൾ നമ്മുടെ കയ്യിലോട്ട് പോകുന്ന ഞരമ്പുകളൊക്കെ കൂടി കളക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ബോക്സ്. ഇത് കാർപ്പൽ ടണൽ എന്നാണ് പറയുക, ഒരു ടണൽ പോലെയാണ്. അപ്പം ഇതിലെന്തെങ്കിലും കംപ്രഷൻ ഉണ്ടായിക്കഴിഞ്ഞാലും ഇതേപോലെ തന്നെ കയ്യ് സ്ഥിരമായിട്ട് തരിപ്പുണ്ടാവുക, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഞാടി ഞരമ്പുകൾക്കൊക്കെ ഒരു ഉത്തേജനം നൽകുന്ന വൈറ്റമിനുകൾ ഏതൊക്കെയാണ് എന്നതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീൻ AG, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വള്ളിയോട്, പാലക്കാട്. നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങൾക്കും നെർവസ് സിസ്റ്റം, അതായത് നെർവ്സ്, ഞാടി ഞരമ്പുകൾ എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ ഇതിലോട്ടുള്ള രക്തയോട്ടത്തിൽ എന്തെങ്കിലും പ്രോബ്ലം ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് സിഗ്നൽ പോലെയാണ് ഇത് കടത്തിവിടുന്നത് ഓരോ കാര്യത്തിനായിട്ടും. അപ്പോൾ നമ്മൾ കുറേ നേരം ഇരുന്ന് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരേ സ്ഥലത്ത് തന്നെ ഒരു നമ്മുടെ കയ്യോ അങ്ങനെ പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം അത് തരിപ്പ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെയധികം സ്വാഭാവികമാണ്. എന്നാൽ ഒരു 5 മിനിറ്റ് നേരം ഇങ്ങനെ കൈ ഇങ്ങനെ പിടിക്കും തന്നെ, അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് പിടിക്കും തന്നെ കൈ തരിപ്പ് അനുഭവപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ സ്ഥിരമായിട്ടൊരു നമുക്ക് മേല് വേദന ഉണ്ട്, ഈ ഒരു കഴുത്തിൻ്റെ ഭാഗത്ത് വേദന, കയ്യിലോട്ടത് കടഞ്ഞ് ഇറങ്ങുന്നത് പോലെ ഇതൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഞാടി ഞരമ്പിൻ്റെ ആ ഒരു സർക്കുലേഷൻ പ്രോപ്പറല്ല, നെർവ് സിഗ്നൽസ് പ്രോപ്പറല്ല എന്നുള്ളത് തന്നെയാണ് അർത്ഥം. ഇതിന് നമ്മളെ സഹായിക്കുന്ന വൈറ്റമിനുകൾ എന്ന് പറയുന്നത് വൈറ്റമിൻ B12, വൈറ്റമിൻ B1, അതേപോലെ തന്നെ വൈറ്റമിൻ B6. പൊതുവേ വൈറ്റമിൻ B കോംപ്ലക്സ് എല്ലാം തന്നെ നമ്മുടെ ഈ നെർവ് സിഗ്നൽസ്, അതായത് ഞരമ്പുകളുടെ ആ ഒരു സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് വളരെയധികം സഹായകരമാവുന്ന ഒന്നാണ്. ഇതിൻ്റെ കൂടെ തന്നെ വൈറ്റമിൻ ഡി നീർക്കെട്ട്, ഇൻഫ്ലമേഷൻ ഇതൊക്കെ കുറയ്ക്കാനായിട്ടും സഹായകരമാവുന്ന ഒന്നാണ്. വൈറ്റമിൻ B1 എന്ന് പറയുന്നത് തയമിൻ വൈറ്റമിനാണ്. ഇത് തയമിൻ പൊതുവേ നമ്മുടെ തവിട് കളയാത്ത അരിയിലാണ് കൂടുതലായിട്ടും ഈ വൈറ്റമിൻ B1 കണ്ടുവരുന്നത്. അപ്പോൾ തവിട് കളയാത്ത അരിയിൽ ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് കൊണ്ട് തന്നെ അത് സ്ഥിരമായിട്ട് എടുക്കുന്നവർക്ക് ഈ ഒരു ഞരമ്പിൻ്റെ പ്രശ്നങ്ങൾ പരമാവധി കുറഞ്ഞു കിട്ടും. അതേപോലെ തന്നെ വൈറ്റമിൻ B12 സയനോകൊബാലമിൻ എന്ന് പറയുന്നത് നോൺ വെജ് ഫുഡുകളിലാണ്, അതായത് ഇറച്ചി വിഭവങ്ങളിലാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. നമ്മൾ വെജിറ്റേറിയൻ ഫുഡുകളിൽ വളരെ കുറഞ്ഞ തോതിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്ഥിരമായിട്ട് തന്നെ വെജിറ്റേറിയൻ ഫുഡ് മാത്രം, അതായത് സ്ട്രിക്റ്റായിട്ട് സസ്യാഹാരങ്ങൾ മാത്രം കഴിക്കുന്നവർക്ക് ഈ വൈറ്റമിൻ B12 കുറവ് കണ്ടുവരുന്നുണ്ട്. അത് കാരണം
നെർവ്സിൻ്റെ ഈ ഞരമ്പിലോട്ടുള്ള ഒരു സിഗ്നൽസ് പ്രോപ്പറായിട്ട് എത്തിച്ചേരാതെ ചിലർക്ക് വേദന വിട്ട് വിട്ട് വരിക, തരിപ്പ് അനുഭവപ്പെടുക, ഇതൊക്കെ തന്നെ കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ശ്രദ്ധിക്കേണ്ടത് ഈ വൈറ്റമിനുകൾ ഭക്ഷണത്തിൽ കൂടെ തന്നെ നമുക്ക് ഇമ്പ്രൂവൈസ് ചെയ്യാവുന്നതാണ്. ഇനി വൈറ്റമിൻ B12 കുറവുണ്ട്, അത് നമുക്ക് അബ്സോർപ്ഷനിൽ പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ശരീരത്തിന് വലിച്ചെടുക്കാൻ പറ്റാത്തൊരു പ്രോബ്ലം ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ സപ്ലിമെൻറ്റ് എടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അതേപോലെ തന്നെ മൈഗ്രെയിൻ, ഇതും ഞാടി ഞരമ്പിൻ്റെ ആ ഒരു പ്രശ്നം, ബ്ലഡ് സർക്കുലേഷൻ്റെ പ്രശ്നം കൊണ്ട് വരുന്നതാണ്. പലപ്പോഴും നമുക്ക് തലവേദന, വളരെ അതികഠിനമായിട്ടുള്ള തലവേദന അനുഭവപ്പെടുമ്പോൾ വിട്ട് ഇടയ്ക്കിടയ്ക്ക് അനുഭവപ്പെടുക, ഒരു സൈഡ് മാത്രം അനുഭവപ്പെടുക, അതേപോലെ തന്നെ കണ്ണിൻ്റെ ആ ഒരു ഭാഗം മാത്രം മങ്ങുന്ന പോലെ, മിന്നൽ വരുന്ന പോലെ, സൗണ്ട് ആ സമയത്ത് പറ്റില്ല, ഇതൊക്കെ ഈ മൈഗ്രെയിൻ പേഷ്യൻസിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ്. അപ്പോൾ ഇത് അനുഭവപ്പെടുന്നവർക്ക് പ്രധാനമായിട്ടും ഈ ഒരു വൈറ്റമിൻ കൂടെ സപ്ലിമെൻ്റായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഭക്ഷണം കൂടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ സിംറ്റംസ് ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഈ മൈഗ്രെയിൻ എന്ന് പറയുന്നത് പലപ്പോഴും ഇത് ഡയഗ്നോസ് ചെയ്യുന്നത്, നമുക്ക് ഈ തലവേദന വിട്ട് വരുമ്പോൾ ഒരു MRI എടുത്തു നോക്കും. അത് എടുത്തു നോക്കുമ്പോൾ അതിൽ യാതൊരു കുഴപ്പവും കാണില്ല. അപ്പോൾ അത് യാതൊരു കുഴപ്പവും ഇല്ല എന്നുള്ളത് കൊണ്ട് ഇത് മൈഗ്രെയിൻ ആയേക്കാം എന്നാണ് നമ്മളത് കൺഫേം ചെയ്യുന്നത്. നമ്മുടെ ബ്രെയിനിലോട്ട് പോകുന്ന ആ ഒരു രക്തയോട്ടം, അതേപോലെ തന്നെ നെർവ്സിലോട്ട് വരുന്ന ആ ഒരു ബ്ലഡ് സർക്കുലേഷനൊക്കെ തന്നെ വിട്ട് വരുന്നത് കൊണ്ട് ചിലർക്ക് ഈ ഒരു തലവേദന, മൈഗ്രെയിൻ, ഒറ്റച്ചെന്നിക്കുത്ത് എന്നൊക്കെ പറയുന്നത് സ്ഥിരമായിട്ട് കണ്ടുവരാറുണ്ട്. ചിലർക്ക് വലത് സൈഡ് മാത്രം കണ്ടുവരാറുണ്ട്, അല്ലെങ്കിൽ ഇടത് സൈഡ് മാത്രം. ട്രാവൽ ചെയ്യുമ്പോൾ, എന്തെങ്കിലും യാത്ര ചെയ്യുമ്പോഴായിരിക്കും പ്രശ്നം, അല്ലെങ്കിൽ ഭക്ഷണത്തിൽ എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ, ഉറക്കം ശരിയായില്ലെങ്കിൽ, ഇതൊക്കെ തന്നെ മൈഗ്രെയിനിന് ട്രിഗർ ചെയ്യുന്ന ചില ഫാക്ടേഴ്സാണ്. അപ്പോൾ ഇതും ഈ ഒരു വൈറ്റമിൻ B കോംപ്ലക്സുമായിട്ട് ലിങ്ക് ആയിട്ടുള്ളതാണ്. അതുപോലെ ഷയാറ്റിക്ക എന്ന് പറയുന്ന നമ്മുടെ ഇടുപ്പിൻ്റെ ആ ഭാഗത്തിൽ നിന്നും നമ്മുടെ കാലിലോട്ട് ഇറങ്ങി വരുന്ന ഞരമ്പ്, അതിലോട്ട് വരുന്ന ബ്ലോക്ക്, നെർവ്സ് എന്തെങ്കിലും ഒരു ബ്ലോക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ, തടസ്സം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു കാല് മാത്രം ഒരു ഉപ്പുറ്റി വരെ ഭയങ്കര അതിതീവ്രമായിട്ടുള്ള വേദന, എരിയുന്ന പോലെ, പുകച്ചിലുള്ള പോലെയൊക്കെ അനുഭവപ്പെടാറുണ്ട്. ഇതൊക്കെ തന്നെ ഈ ഒരു വൈറ്റമിൻ B കോംപ്ലക്സിൻ്റെ കുറവ് കൊണ്ടാണ്. അപ്പോൾ വൈറ്റമിൻ B1, തയമിൻ ഞാൻ പറഞ്ഞ പോലെ തവിട് കളയാത്ത അരികളിലും കാണപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ വൈറ്റമിൻ B12, വൈറ്റമിൻ B6 എന്ന് പറഞ്ഞ പൈറിഡോക്സിൻ കൂടുതലായിട്ടും കണ്ടുവരുന്നത് നമ്മുടെ ചെറുമത്സ്യങ്ങൾ, അതേപോലെ തന്നെ അവക്കാഡോ എന്നുള്ള ആ ഒരു ഫ്രൂട്ടിലും കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. സ്റ്റാർച്ച് കണ്ടൻറ്റ് അധികം അടങ്ങിയിട്ടുള്ള വെജിറ്റബിൾസ്, പച്ചക്കറികൾ, അതായത് നമ്മുടെ മധുരക്കിഴങ്ങ്, അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങ്, ഇതിലൊക്കെ തന്നെ വൈറ്റമിൻ B6 വേണ്ടുവോളം ഉണ്ട്. അപ്പോൾ വൈറ്റമിൻ B6 B1 നമുക്കൊരു സപ്ലിമെൻ്റായിട്ട് എടുക്കേണ്ട ആവശ്യം വരില്ല. വൈറ്റമിൻ B12 ആണ് പിന്നെയും നമുക്ക് വലിച്ചെടുക്കാൻ പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ സപ്ലിമെൻ്റായിട്ട് എടുക്കേണ്ട ഒരു ആവശ്യം വരിക. സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറഞ്ഞ മധുരക്കിഴങ്ങ് വളരെയധികം വൈറ്റമിൻ B കോംപ്ലക്സ് ഒക്കെ നിറഞ്ഞതാണ്. അത് നാഡീ ഞരമ്പുകളുടെ ആ ഒരു ബ്ലോക്കേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നികത്താനൊക്കെ വളരെയധികം സഹായകരമാവുന്ന ഒന്നാണ്. അമിതമായിട്ടുള്ള വെയിറ്റ് ഉള്ളവർക്കും ഈ ഒരു ഞരമ്പിൻ്റെ ആ ഒരു പ്രശ്നം, കാരണം നമ്മുടെ രക്തയോട്ടം പ്രോപ്പറായിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്കും ഇതുപോലത്തെ പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ടൈമിൽ അവരുടെ BMI മെയിൻറ്റെയിൻ ചെയ്ത് വെയിറ്റ് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാം. ചിലർക്ക് omega-3 ഫാറ്റി ആസിഡ് അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, അല്ലെങ്കിൽ omega-3 സപ്ലിമെൻറ്റ് ഇതും കൂടെ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു നാഡീ ഞരമ്പുകൾക്ക് കുറച്ചുകൂടെ ഉന്മേഷം കിട്ടാനായിട്ട് വളരെയധികം സഹായകരമാവുന്ന ഒന്നാണ്. നമ്മുടെ ശരീരത്തിലോട്ടുള്ള രക്തയോട്ടം കൂടാനായിട്ടുള്ള അയൺ, ഫെറിറ്റിൻ ലെവൽ ഇതിൽ കുറവ് വന്നാലും നമ്മുടെ നാഡീ ഞരമ്പുകൾക്ക് പ്രശ്നമുണ്ടാവും. അപ്പോൾ ഇത് പലർക്കും, ചിലർക്കുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് എന്തെങ്കിലും സാധനങ്ങൾ എടുക്കാനായിട്ട് പോകുമ്പോൾ മറക്കുക, അതായത് ഇടയ്ക്കിടയ്ക്ക് മറവി ഉണ്ടാവുക. ഇപ്പോൾ സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ പോയി എത്തി നോക്കിയതിന് ശേഷമാണ് അയ്യോ ഞാൻ എന്താ എടുക്കാൻ വന്നതെന്നുള്ളത് മറന്നു പോയിട്ടുണ്ട്. പിന്നെ തിരിച്ച് വന്ന് കുറേ കഴിഞ്ഞതിന് ശേഷമായിരിക്കും അവർക്ക് ഓർമ്മ വരുന്നുണ്ടാവുക. ഇതിൻ്റെയൊക്കെ പ്രധാന കാരണം ബ്രെയിനിലോട്ടുള്ള സർക്കുലേഷൻസ്, ആ ഒരു നെർവ് ഫങ്ഷനിങ് പ്രോപ്പർ അല്ല എന്നുള്ളത് തന്നെയാണ്. തൈറോയ്ഡ് ഉള്ളവർക്കും ഇതുപോലെ ഈ ഒരു മറവി ഫ്രീക്വൻ്റ് ആയിട്ട് കണ്ടുവരാറുണ്ട്. തൈറോയിഡ്, അതേപോലെ തന്നെ ഡയബറ്റിസ് അല്ലെങ്കിൽ പ്രമേഹം ഉള്ളവർക്ക്. ഇത് രണ്ടിലും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു നെർവ്സ് എന്ന് പറയുന്ന ഈ നാഡീവ്യൂഹം, അതിലോട്ടുള്ള സർക്കുലേഷൻ അല്ലെങ്കിൽ രക്തയോട്ടം സിഗ്നൽ പ്രോപ്പറായിട്ട് എത്തുന്നില്ല. തൈറോയ്ഡ് ഡിസ്ഫങ്ഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡി ടോട്ടലായിട്ട് അത് സ്ലോ ആകും. അതേപോലെ തന്നെ നമ്മുടെ ഡയബറ്റിസ് അല്ലെങ്കിൽ പ്രമേഹം എന്ന് പറയുന്ന അതിൻ്റെ ഒരു കോംപ്ലിക്കേഷനായിട്ട് വരുന്നതാണ് ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്ന നാഡീവ്യൂഹത്തിന് എഫക്റ്റ് ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് മറവി ഇങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കിങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് മറവി ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബ്ലഡ് ലെവൽ, അതായത് ഫെറിറ്റിൻ ലെവൽ ചെക്ക് ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ വൈറ്റമിൻ B കോംപ്ലക്സ് ഒക്കെ റെഗുലറായിട്ട്
എടുക്കുക. ഭക്ഷണത്തിൽ കൂടുതലും വൈറ്റമിൻ ബി കോംപ്ലക്സ് അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. മില്ലറ്റ്സ്, രാഗി, ചെറുധാന്യങ്ങൾ കൂടുതലായിട്ടും എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നാഡീവ്യൂഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു എനർജി ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന വേറെ 2 മിനറൽസാണ് സിങ്കും സെലീനിയം. ഈ സിങ്ക് എന്ന് പറയുന്നത് കൂടുതലായിട്ടും കണ്ടുവരുന്നത് നമ്മൾ ഈ കക്ക എന്ന് പറയുന്ന ഓയിസ്റ്റർ അതിൽ കൂടുതലായിട്ടുണ്ട്. അതേപോലെ തന്നെ ഷെൽഫിഷ് നമ്മൾ കൂടുതലായിട്ടും വരുന്ന സീ ഫുഡുകളിലും ഒക്കെ തന്നെ ഈ ഒരു സിങ്കും സെലീനിയം കണ്ടൻറ്റ് വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ സെലീനിയം കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ളത് നമ്മൾ വിത്തുകളിലാണ്. വൈറ്റമിൻ ഇ, സെലീനിയം ഇതൊക്കെ തന്നെ ഇതും നാഡീവ്യൂഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ്. നാഡീവ്യൂഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന മിനറൽസാണ് ഈ സിങ്കും സെലീനിയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു നാഡീവ്യൂഹത്തിൻ്റെ പ്രശ്നം നമ്മൾ ഈ പറയുന്ന പോലെ ഷയാറ്റിക്ക അല്ലെങ്കിൽ കഴുത്തിൽ വരുന്ന സെർവിക്കൽ സ്പോണ്ടൈലോസിസ് പോലുള്ള പെയിനോ അല്ലെങ്കിൽ CTS എന്ന് പറഞ്ഞ കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയും. അത് മാത്രമല്ല ചിലർക്ക് ED എന്ന് പറയുന്ന ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷനും ഇതൊരു കാരണമാണ്. നാഡീവ്യൂഹത്തിനെ എഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് ലിംഗത്തിലോട്ടുള്ള രക്തയോട്ടം കുറഞ്ഞു വരുന്നതും ഇതിൻ്റെ ഒരു കാരണമായിട്ട്, അതായത് EDക്കും ഈ ഒരു രക്തയോട്ടം കാരണമാവുന്നുണ്ട് ഈ നാഡീവ്യൂഹത്തിൻ്റെ പ്രശ്നം. അപ്പോൾ ഡയബറ്റീസ് ഉള്ളവർക്ക് അതുകൊണ്ട് തന്നെയാണ് ഈ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ നാഡീവ്യൂഹത്തിനെ അഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയും. അതുകൊണ്ടാണ് ഈ ED അല്ലെങ്കിൽ ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ, ഉദ്ധാരണക്കുറവ് പല പുരുഷന്മാർക്കും അനുഭവപ്പെടുന്നത്. അപ്പോൾ ഈ നാഡീവ്യൂഹത്തിൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ ബോഡീനെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്ന ഒന്നാണ്. അപ്പോൾ നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടുതലായിട്ടും ശ്രദ്ധിക്കുക. വൈറ്റമിൻസും മിനറലും അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണോ നിങ്ങൾ കഴിക്കുന്നത് എന്ന് ഒന്നുകൂടി ചെക്ക് ചെയ്യുക. സപ്ലിമെൻറ്റ്സ് വേണ്ടയിടത്ത് സപ്ലിമെൻറ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. വേദന കൂടുതലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് പെയിൻ കില്ലർ മാത്രം എടുത്തത് കൊണ്ടായില്ല. തീർച്ചയായിട്ടും അതിൽ ഭക്ഷണത്തിലും കൂടെ മാറ്റി പിടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ മരുന്നുകളോടൊപ്പം തന്നെ സൈഡ് എഫക്ട്സ് ഇല്ലാതെ മെഡിസിൻസിൻ്റെ കൂടെ തന്നെ നമ്മൾ ഭക്ഷണത്തിൽ മാറ്റി പിടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നെയും ഈ ഒരു നാഡീവ്യൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ വരാതിരിക്കാനായിട്ട് സഹായകരമാവുന്ന ഒന്നാണ്. ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ തന്നിട്ടുള്ള ഈ ഒരു നമ്പറിൽ എന്നെ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീനേജി, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വള്ളിയോട്, പാലക്കാട്.